Good morning, students. We are going to discuss the topic culture preservation strategies in bacteria. This is the first topic in the second unit, and in next class we will discuss about the culture preservation strategies in fungi. First, we will look into what is a culture preservation. A culture preservation is used to maintain isolated pure culture for extended periods in a viable condition without any morphological, physiological, and genetic change. The most important factor is to stop the microbial growth or at least lower the growth rate. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൾച്ചർ പ്രിസർവേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചർ പ്രിസർവേഷൻ സ്ട്രാറ്റജീസ് ഇൻ ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫംഗൈനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കൾച്ചർ പ്രിസർവേഷൻ എന്ന് നോക്കാം. അപ്പോൾ കൾച്ചർ പ്രിസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന കൾച്ചറിനെ എക്സ്റ്റെൻഡഡ് പീരീഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കൾച്ചർ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ഒരു കൾച്ചറിനെ നമുക്ക് കുറേ കാലം കേടൊന്നും കൂടാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്. അപ്പോൾ ഈ കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്കിൽ എന്താണ്, നമ്മൾ സ്റ്റോർ ചെയ്ത കൾച്ചറിന് സ്റ്റോറേജിൻ്റെ പീരീഡിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസും മോർഫോളജിക്കൽ ചേഞ്ചസും ജനറ്റിക് ചേഞ്ചസും ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്താണ് കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്ക്? നമ്മൾ ഒരു കൾച്ചറിനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഐസൊലേറ്റ് ചെയ്ത് വെച്ച കൾച്ചറിനെ കുറേ കാലം കേടൊന്നും കൂടാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോൾ ആ സ്റ്റോർ ചെയ്ത കൾച്ചറിന് മോർഫോളജിക്കൽ ചേഞ്ചസും ജനറ്റിക് ചേഞ്ചസും ഫിസിയോളജിക്കൽ ചേഞ്ചസും ഒന്നും തന്നെ വരാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? The principle of culture preservation technique is to stop the microbial growth or to lower the growth rate. അപ്പോൾ കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിളാണ് ടു സ്റ്റോപ്പ് ദി മൈക്രോബിയൽ ഗ്രോത്ത് ഓർ ടു ലോവർ ദി ഗ്രോത്ത് റേറ്റ്. അപ്പം നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ഗ്രോത്ത് കർവ് പഠിച്ചതാണല്ലോ. അപ്പോൾ അതിൽ ലാഗ് ഫേസ് ഉണ്ട്, ലോക്ക് ഫേസ് ഉണ്ട്, സ്റ്റേഷനറി ഫേസ് ഉണ്ട്, ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് ഫേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ മൈക്രോബിയൽ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ലോവർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോബിയൽ കൾച്ചേഴ്സ് പെട്ടെന്ന് ഡെത്ത് ഫേസിലേക്ക് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൾച്ചേഴ്സ് ഏത് ഫേസിലാണ് പ്രിസർവേഷൻ്റെ സമയത്ത് ഉണ്ടാകുക? ഒന്നെങ്കിൽ സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ ലോക്ക് ഫേസിലാണ് ഈ കൾച്ചേഴ്സ് ഉണ്ടാകുക. അപ്പോൾ അത് എന്തിലേക്ക് പോകില്ല? നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോൾ അത് ഡെത്ത് ഫേസിലേക്ക് പോകില്ല. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് നമ്മൾ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. അതെന്തിനാണ് ഇൻഹിബിറ്റ് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മൈക്രോ ഓർഗാനിസം പെട്ടെന്ന് ഡെത്ത് ഫേസിലേക്ക് പോയിട്ട് അത് ആ കൾച്ചർ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഗ്രോത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത കൾച്ചർ അല്ലെങ്കിൽ ബാക്ടീരിയനെ നമ്മൾ എക്സ്റ്റെൻഡഡ് പീരീഡിൽ സ്റ്റോർ ചെയ്യുക. അതായത് കുറേ കാലം നമ്മൾ ഈ കൾച്ചറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കൾച്ചർ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറേജിൻ്റെ സമയത്ത് ഈ കൾച്ചറിന് മോർഫോളജിക്കൽ ചേഞ്ചസും ജനറ്റിക് ചേഞ്ചസും ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്താണ് കൾച്ചർ പ്രിസർവേഷൻ ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിൾ? അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ മൈക്രോബിയൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ ലോവർ ചെയ്യുക അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഡെത്ത് ഫേസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കൾച്ചർ നശിക്കുന്ന ഫേസാണ് ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫേസിലേക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക. അപ്പം വൈ വി പ്രിസർവ് ദി കൾച്ചർ? അപ്പം ഇങ്ങനെ നമ്മൾ കൾച്ചർ പ്രിസർവ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അപ്പം എന്തെല്ലാം ആ ഉപയോഗങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ യൂസാണ് അക്കാഡമിക് യൂസ്, പിന്നെ റിസർച്ച് യൂസ്, പിന്നെ ഫെർമെൻറ്റേഷൻ ഇൻഡസ്ട്രി, പിന്നെ ബയോടെക്നോളജി ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ നമ്മൾ കൾച്ചറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വേരിയസ് മെത്തേഡ് യൂസ്ഡ് ഫോർ പ്രിസർവേഷൻ ഓഫ് ബാക്ടീരിയൽ കൾച്ചേഴ്സ് ആണ്. അതിൽ വരുന്നതാണ് കണ്ടിന്യൂസ് കൾച്ചർ ഓൺ സോളിഡ് മീഡിയ, under mineral oil, under saline suspension, drying in vacuum, in glycerol, cryopreservation and lyophilization. The first method used for
the culture preservation of bacterial cultures is growing on agar's land. It is an inexpensive and easy method, and storing is done in refrigerator, which can reduce the frequency of subculturing. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് കൾച്ചർ പ്രിസർവേഷൻ മെത്തേഡാണ് ഗ്രോയിങ് ഓൺ അഗാർസ് ലാൻഡ്. ഈ മെത്തേഡ് നോർമലി നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അത് സ്റ്റെറിലൈസ് ചെയ്യുക, അതിലേക്ക് ന്യൂട്ടൺ അഗാർ ഒഴിക്കുക, എന്നിട്ട് സ്ലാൻഡ് ഉണ്ടാക്കുക. ഈ ന്യൂട്ടൺ അഗാർ സ്ലാൻഡിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയൽ കൾച്ചറിനെ ഈ ന്യൂട്ടൺ അഗാർ സ്ലാൻഡിൻ്റെ മുകളിൽ സ്ട്രീക്ക് ചെയ്യുക. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 24 hours കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതൊരു ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്. ഇതിൽ അധികം ചിലവൊന്നുമില്ല. അപ്പോൾ ഇത് ഇൻഎക്സ്പെൻസീവ് മെത്തേഡാണ്, ഈസി മെത്തേഡാണ്, ഇത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡുമാണ്. അപ്പോൾ ഇതിൽ സ്റ്റോറേജ് നടക്കുക റെഫ്രിജറേറ്ററിലാണ്. അപ്പോൾ ഇത് എന്താണ്, ഒരു മാസം കൂടുന്തോറോ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ സബ് കൾച്ചർ ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് അഗാർസ് ലാൻഡിൽ കൾച്ചർ പ്രിസർവ് ചെയ്യുക. അതായത് അഗാർസ് ലാൻഡിൽ പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയനെ സ്ട്രീക്ക് ചെയ്യുക, അതിനുശേഷം അതിനെ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് സ്റ്റോർ ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡാണ് പ്രിസർവേഷൻ യൂസിങ് മിനറൽ ഓയിൽ. ദി കൾച്ചർ ടു ബി പ്രിസർവ്ഡ് ആർ ഇനോക്കുലേറ്റഡ് ആൻഡ് ഇൻക്യുബേറ്റഡ് ഓൺ എൻ അഗാർസ് ലാൻഡ്. The mineral oil is sterilized using autoclave. The subcultures are covered with mineral oil to a depth of 1 centimeter above the slant, subcultured after storage of about 1 year. അപ്പോൾ പ്രിസർവേഷൻ യൂസിങ് മിനറൽ ഓയിൽ എന്താണ്? ആദ്യം നമ്മൾ ഓർഗാനിസത്തിൻ്റെ സ്ലാൻഡ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയൽ കൾച്ചറിൻ്റെ സ്ലാൻഡ് ഉണ്ടാക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ സ്ലാൻഡിലേക്ക് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത മിനറൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പിക്ചറിൽ കാണുന്നില്ലേ, അപ്പോൾ ഒരു സ്ലാൻഡാണ് അല്ലെങ്കിൽ ഒരു ബ്രോത്താണ് അത്. ആ ബ്രോത്തിൻ്റെ മുകളിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഡെപ്തിൽ എന്തൊഴിച്ച് കൊടുക്കുക, സ്റ്റെറിലൈസ് ചെയ്ത മിനറൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം പുറത്തുനിന്നുള്ള കണ്ടാമിനേഷനൊന്നും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് കടക്കൂല. കാരണം ആ ബ്രോത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്ലാൻഡിൻ്റെ മുകളിൽ മിനറൽ ഓയിലിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് മിനറൽ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതായത് ഈ സ്ലാൻഡിൻ്റെ ഒരു ലെവൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബ്രോത്തിൻ്റെ ഒരു ലെവൽ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മുകളിലേക്ക് എന്തൊഴിച്ച് കൊടുക്കണം, അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉണ്ടായിരിക്കണം എന്തിന്, നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന മിനറൽ ഓയിലിന്. അപ്പോൾ ഈ മിനറൽ ഓയിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുറത്തുനിന്നുള്ള കണ്ടാമിനേഷൻ ഈ കൾച്ചറിലേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ആദ്യം സ്ലാൻഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബ്രോത്ത് ഉണ്ടാക്കുക. ആ ബ്രോത്തിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത മിനറൽ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പിക്ചറിലുള്ളത് പോലെയാണ് കിട്ടുക. അപ്പോൾ ഈ പിക്ചറിലുള്ളതുപോലെ അടിയിൽ കൾച്ചർ ഉണ്ടാവും, മുകളിൽ 1 സെൻറ്റിമീറ്റർ ഡെപ്തിൽ എന്തുണ്ടാവും, മിനറൽ ഓയിൽ ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യും, ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് ലൈഫ് എന്ന് പറയുന്നത് 1 year ആണ്. ഈ മെത്തേഡിന് ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തെല്ലാം? contamination of microbial spores from air, slow growth at retrieval, and under unpleasant oil it can induce mutation. അപ്പോൾ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാമെന്ന് വെച്ചാൽ കണ്ടാമിനേഷൻ ഓഫ് മൈക്രോബിയൽ സ്പോർ ഫ്രം എയർ. അപ്പോൾ ഈ സ്പോറൊക്കെ വന്നിട്ട് ഈ മിനറൽ ഓയിലിൽ കണ്ടാമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിനറൽ ഓയിൽ കണ്ടാമിനേറ്റഡ് ആയാൽ ഈ കൾച്ചറും കണ്ടാമിനേറ്റഡ് ആവും. പിന്നെ രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് സ്ലോ ഗ്രോത്ത് അറ്റ് റിട്രീവൽ. അപ്പോൾ ഈ കൾച്ചറിനെ നമ്മൾ റിവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൾച്ചർ നമ്മൾ വേറെ മീഡിയയിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെല്ലനെയാണ് ഗ്രോ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ബ്രോത്തിൽ ഗ്രോ ചെയ്ത് അതേ സ്പീഡിൽ എന്തിൽ വളരൂല, രണ്ടാമത് നമ്മൾ ഈ പ്രിസർവ് ചെയ്തിട്ട് വളർത്തിയാൽ വളരൂല. മനസ്സിലായില്ല? അപ്പോൾ സ്ലോ ഗ്രോത്ത് അറ്റ് റിട്രീവൽ. അതായത് ആദ്യം നമ്മൾ ഈ മിനറൽ ഓയിലിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്ത കൾച്ചറില്ലേ, അത് നമ്മൾ വേറൊരു മീഡിയയിൽ ഇനോക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ ഗ്രോത്ത് എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. അതാണ് സ്ലോ ഗ്രോത്ത് അറ്റ് റിട്രീവൽ എന്ന് പറയുന്നത്. മാത്രമല്ല ചില ഓയിൽസ് മ്യൂട്ടേഷൻ ഉണ്ടാക്കും. അപ്പം നമ്മൾ മ്യൂട്ടേഷൻ എന്താ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തല്ല? ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ് ആൻഡ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ സ്മോൾ ലാബ്സ്. അപ്പോൾ ഈ മെത്തേഡ് കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് ഇതിന് കുറച്ച് പൈസ മതി ഇത് ചെയ്യാൻ. പിന്നെ വേഗം ചെയ്യാനും പറ്റും. ഈസി ടു ഓപ്പറേറ്റ് ആണ്. പിന്നെ ചെറിയ ലാബുകൾക്കൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. മൂന്നാമത്തെ മെത്തേഡാണ് പ്രിസർവേഷൻ ഇൻ സെലൈൻ സസ്പെൻഷൻ.
നിങ്ങൾക്കറിയാം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ആക്ട് ആസ് ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻറ്റ് temporarily inhibiting the growth. The bacterial cultures are preserved in 1% salt solution in a screw-capped tubes to prevent evaporation. The tubes are stored at room temperature. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ സാൾട്ട് ഹൈ കോൺസെൻട്രേഷനിൽ എന്താണ് ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഉപ്പിലിട്ട എന്താണ് ഉണക്ക മീനൊക്കെ ഉപ്പിലിട്ടിട്ടല്ലേ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ ഉണക്ക മീൻ, അപ്പോൾ ഇതൊക്കെ പ്രിസർവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് വെച്ചിട്ടാണ്. ഇതിലൊക്കെ നല്ലോണം ഉപ്പുണ്ടാവും. അപ്പോൾ ഈ ഉപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എന്തിനാണ് നമ്മൾ ഓവറായിട്ട് ഉപ്പ് വാരിയിടുന്നത്? ഈ ഉപ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ് ഈ ഹൈ കോൺസെൻട്രേഷനിലുള്ള സാൾട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്ടീരിയൽ കൾച്ചറിനെ ഒരു സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ എടുക്കും, ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ എടുക്കും. ആ സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ ഫിഗറിൽ കാണുന്നില്ല ഒരു സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ. അപ്പോൾ ആ സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ബാക്ടീരിയ കൾച്ചർ എടുക്കും. അപ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയൻ്റെ കൾച്ചർ ആ സ്റ്റെറിലൈസ് ചെയ്ത സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ നമ്മൾ എടുക്കും. അതിലേക്ക് നമ്മൾ 1% സാൾട്ട് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായില്ലേ? എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതാണ് മെത്തേഡ്. അതായത് സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ എടുക്കുക, സ്റ്റെറിലൈസ് ചെയ്ത സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ എടുക്കുക, അതിലേക്ക് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയൽ കൾച്ചറിനെ അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം 1% സാൾട്ട് സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സാൾട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? പ്രിസർവ്ഡ് ആയിരിക്കും. ആ ബാക്ടീരിയൽ കൾച്ചർ പ്രിസർവ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ബാക്ടീരിയനെ കില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്, ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആ ബാക്ടീരിയൽ കൾച്ചറിലുള്ള ബാക്ടീരിയനെ സാൾട്ട് കില്ല് ചെയ്യൂല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? ആ ബാക്ടീരിയൽ കൾച്ചറിലുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കില്ല് ചെയ്യുന്നില്ല, സ്റ്റാറ്റിക് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് മെത്തേഡാണ് പ്രിസർവേഷൻ ബൈ ഡ്രൈയിങ് ഇൻ വാക്യൂം. The cultures are dried over calcium chloride in a vacuum and stored in a refrigerator. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാൽഷ്യം ക്ലോറൈഡിൻ്റെ പൊടി എടുക്കുക. ആ പൊടിയിലേക്ക് നമ്മുടെ ബാക്ടീരിയൽ കൾച്ചറിൻ്റെ ബ്രോത്ത്, നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയൽ കൾച്ചറിൻ്റെ ബ്രോത്ത് ഈ കാൽഷ്യം ക്ലോറൈഡ് പൗഡറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യുക? വാക്യൂമിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുക. അപ്പോൾ എയറൊന്നുമില്ലാത്തൊരു കണ്ടീഷനാണ് വാക്യൂം എന്ന് പറയുന്നത്. അപ്പോൾ വാക്യൂമിൽ വെച്ചിട്ട് ഈ കാൽഷ്യം ക്ലോറൈഡ് പൊടി, അപ്പോൾ ഈ കാൽഷ്യം ക്ലോറൈഡ് പൊടിയിലേക്ക് നമ്മൾ എന്ത് ഒഴിച്ചിട്ടുണ്ട്? കൾച്ചർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൾച്ചർ ഒഴിച്ച കാൽഷ്യം ക്ലോറൈഡ് പൊടീനെ നമ്മൾ വാക്യൂമിൽ ഡ്രൈ ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് ആ വാക്യൂമിൽ ഡ്രൈ ചെയ്ത കാൽഷ്യം ക്ലോറൈഡിൻ്റെ പൊടി നമ്മൾ എന്തിൽ സ്റ്റോർ ചെയ്യുന്നു? റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ കാൽഷ്യം ക്ലോറൈഡ് പൊടീൻ്റെ മുകളിൽ ആരുണ്ട്? നമ്മൾ ഒഴിച്ച് കൊടുത്ത ബാക്ടീരിയൽ കൾച്ചേഴ്സിലുള്ള ബാക്ടീരിയ ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ ആദ്യം കുറച്ച് കാൽഷ്യം ക്ലോറൈഡ് എടുക്കുക, കാൽഷ്യം ക്ലോറൈഡ് പൊടി എടുക്കുക, ആ പൊടീൻ്റെ മുകളിൽ നമ്മളെ ബ്രോത്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് എന്തിൽ ഡ്രൈ ചെയ്യുക? വാക്യൂമിൽ ഡ്രൈ ചെയ്യുക. അപ്പോൾ ഈ കാൽഷ്യം ക്ലോറൈഡിൻ്റെ മുകളിൽ ആരുണ്ടാവും? ഈ കാൽഷ്യം ക്ലോറൈഡ് പൊടീൻ്റെ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത കൾച്ചറിലുള്ള ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ അതിനെ റെഫ്രിജറേറ്ററിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ മെത്തേഡാണ് പ്രിസർവേഷൻ ഇൻ ഗ്ലിസറോൾ, അല്ലെങ്കിൽ ഗ്ലിസറോൾ സ്റ്റോക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഗ്ലിസറോൾ 60% is sterilized by autoclaving. To a 1.5 ml bacterial culture, 0.5 ml sterile glycerol is added in a storage tube. Vortex the culture to ensure that glycerol is evenly dispersed. Store at -70 degrees Celsius. Storage life is 4 to 6 months but will probably work for several weeks. ഇപ്പോൾ ഗ്ലിസറോൾ സ്റ്റോക്ക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഗ്ലിസറോൾ പ്രിസർവേഷൻ ഇൻ ഗ്ലിസറോൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് 60% ഗ്ലിസറോൾ നമ്മൾ ഉണ്ടാക്കണം. അതായത് 60 ml ഗ്ലിസറോൾ 100 ml വാട്ടറിൽ കലക്കി കഴിഞ്ഞാലാണ് നമുക്ക് 60% ഗ്ലിസറോൾ കിട്ടുക. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ 60% ഗ്ലിസറോൾ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു സ്റ്റെറിലൈസ് ചെയ്ത ഒരു സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 60% ഗ്ലിസറോൾ എടുക്കണം, അതിനെ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ ഗ്ലിസറോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം 60% ഗ്ലിസറോൾ ഉണ്ടാക്കുക, അതിനെ സ്റ്റെറിലൈസ് ചെയ്യുക, അതവിടെ വെക്കുക.
അതിനുശേഷം സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽസ് എടുക്കുക. ആ സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 1.5 ml ബാക്ടീരിയൽ കൾച്ചർ, അതായത് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട ബാക്ടീരിയൻ്റെ കൾച്ചർ എത്ര എമൗണ്ടിൽ എടുക്കണം? ആ സ്റ്റെറിലൈസ്ഡ് സ്ക്രൂ ക്യാപ്പ് ബോട്ടിലിൽ 1.5 ml ബാക്ടീരിയൽ കൾച്ചർ എടുക്കുക. അതിലേക്ക് 0.5 ml സ്റ്റെറിലൈസ്ഡ് ഗ്ലിസറോൾ ഒഴിക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം അതിനെ -70°C സ്റ്റോർ ചെയ്യുക. മനസ്സിലായില്ല? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്ലിസറോളിനെ സ്റ്റെറിലൈസ് ചെയ്യുക. ആ ഗ്ലിസറോൾ ഉണ്ടാക്കുക, 60% ഗ്ലിസറോൾ ഉണ്ടാക്കുക. ആ ഉണ്ടാക്കിയ ഗ്ലിസറോളിനെ സ്റ്റെറിലൈസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽസ് എടുക്കുക. ആ സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാം. ഇതിലേക്ക് 1.5 ml ബാക്ടീരിയൽ കൾച്ചർ, അതായത് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ട 1.5 ml ബാക്ടീരിയൽ കൾച്ചർ ഈ ഇതിൽ സ്ക്രൂ ക്യാപ്പ് ബോട്ടിലിൽ എടുക്കുക. അതിലേക്ക് 0.5 ml നേരത്തെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ച ഗ്ലിസറോളില്ല, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ഗ്ലിസറോളും ബാക്ടീരിയൽ കൾച്ചറും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിനെ -70°C സ്റ്റോർ ചെയ്യുക. ഇതിൻ്റെ സ്റ്റോറേജ് ലൈഫ് എന്ന് പറയുന്നത് 4 to 6 months ആണ്. പക്ഷേ ഇത് കുറച്ച് കൊല്ലം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്ത മെത്തേഡാണ് ലയോഫിലൈസേഷൻ ഓർ ഫ്രീസ് ഡ്രൈയിങ്. അപ്പോൾ പേര് പോലെ തന്നെ ഇതിൽ എന്താണ് നടത്തുക? ഫ്രീസിങ് ഫോളോഡ് ബൈ ഡ്രൈയിങ് ആണ് നടത്തുക. അപ്പോൾ ഫ്രീസിങ്ങും ഡ്രൈയിങ്ങും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്രീസ് ഡ്രൈയിങ് അല്ലെങ്കിൽ ലയോഫിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ദി കൾച്ചർ ഈസ് റാപ്പിഡ്ലി ഫ്രോസൺ അറ്റ് എ വെരി ലോ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് -70°C, ആൻഡ് ദെൻ ഡീഹൈഡ്രേറ്റഡ് ബൈ വാക്യൂം. അപ്പോൾ ഇതിലെന്താണുള്ളത്? ഈ മെത്തേഡിൽ ഫ്രീസിങ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഡ്രൈയിങ്ങും ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കൾച്ചറിനെ ഫ്രീസ് ചെയ്യണം, അതായത് -70°C കൾച്ചറിനെ ഫ്രീസ് ചെയ്യുക. അതിനുശേഷം ആ ഫ്രീസ് ചെയ്ത കൾച്ചറിനെ ഡ്രൈ ചെയ്യുക, അതായത് ഫ്രീസ് ചെയ്ത കൾച്ചറിനെ വാക്യൂമിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുക. അപ്പോൾ ഇതിൽ 2 മെത്തേഡാണ് ഈ ലയോഫിലൈസേഷൻ അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈയിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഫ്രീസിങ്, രണ്ടാമത്തെ ഡ്രൈയിങ്. ആദ്യം കൾച്ചറിനെ ഫ്രീസ് ചെയ്യുക, അതായത് -70°C കൾച്ചറിനെ ഫ്രീസ് ചെയ്യുക. അതിന് ശേഷം അതിനെ വാക്യൂമിൽ ഡ്രൈ ചെയ്യുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ പോയിട്ട് കൾച്ചർ നല്ലോണം പ്രിസർവ് ആയിട്ട് നിൽക്കും. അപ്പോൾ വെള്ളമാണ് ഇതിനെ സ്പോയിലേജ് കോസ് ചെയ്യുന്നത്. മാത്രമല്ല വെള്ളം ഇല്ലെങ്കിൽ ബാക്ടീരിയ ഒന്നും ഗ്രോ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഒക്കെ പ്രിവെൻ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യം കൾച്ചറിനെ ഫ്രീസ് ചെയ്യുക, -70°C ഫ്രീസ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് മൈക്രോബിയൽ സെൽസിലുള്ള വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ആ മൈക്രോബിയൽ സെൽസിന് ഗ്രോ ചെയ്യാനൊന്നും പറ്റൂല. മനസ്സിലായില്ല? അപ്പോൾ അതാണ് ഈ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പം മൈക്രോബിയൽ സെൽസിലുള്ള വാട്ടറിനെ നമ്മൾ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ എന്ത് വേണം? വാട്ടർ വേണം. അപ്പോൾ ഡീഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവില്ല. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ പറ്റൂല. അപ്പം അത് എന്താണ്? ആ ഗ്രോത്ത് സ്റ്റോപ്പായി പോവും. അപ്പോൾ അത് കുറേ കൊല്ലം നമുക്കതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൾച്ചറിനെ സീൽഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഡാർക്ക് അറ്റ് 4°C. അപ്പോൾ ഈ ലയോഫിലൈസ്ഡ് കൾച്ചറിനെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഡാർക്കിൽ സ്റ്റോർ ചെയ്യണം, അറ്റ് 4°C. അതായത് 4°C എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇതിൻ്റെ സ്റ്റോറേജ് ലൈഫ് ഈസ് ഗ്രേറ്റർ ദാൻ 30 years. അപ്പോൾ 30 കൊല്ലം വരെ ഇതിന് സ്റ്റോറേജ് ലൈഫ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ലയോഫിലൈസേഷൻ്റെ പ്രൊസീജിയർ നോക്കാം. ബാക്ടീരിയ ആർ സസ്പെൻഡഡ് ഇൻ എ മീഡിയം ദാറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദർ വയബിലിറ്റി ത്രൂ ഫീസിങ് ലൈക്ക് മാനിറ്റോൺ, skim milk and BSA. The second component is a lyoprotectant which help to preserve the structure of biomolecules throughout the lyophilization like sucrose. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ബാക്ടീരിയനെ ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്യണം. അപ്പോൾ ആ മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ആ ബാക്ടീരിയൽ കൾച്ചറിൻ്റെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മീഡിയ ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ മീഡിയൻ്റെ എക്സാമ്പിളാണ് മാനിറ്റോൾ, സ്കിം മിൽക്ക്, BSA എക്സെട്ര. അപ്പോൾ നമ്മൾ ബാക്ടീരിയനെ -70°C ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലോ ടെമ്പറേച്ചറിലാണ് ബാക്ടീരിയൻ്റെ സെൽസ് ഉണ്ടാകുക. അപ്പോൾ ആ ലോ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യണം? ബാക്ടീരിയൽ സെൽസിന് യാതൊരു ഡാമേജും സംഭവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽസ് എന്തായിരിക്കണം? വയബിൾ ആയിരിക്കണം. അപ്പോൾ അതിനെ പറ്റിയൊരു മീഡിയമാണ് ആദ്യം നമ്മൾ ബാക്ടീരിയൽ സെൽസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ മീഡിയൻ്റെ എക്സാമ്പിളാണ് മാനിറ്റോൾ, സ്കിം മിൽക്ക്, BSA എക്സെട്ര.
പിന്നെ ഈ ബാക്ടീരിയൽ സ്ട്രക്ചറിൻ്റെ ബാക്ടീരിയൽ സെല്ലിൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യാനും അല്ലെങ്കിൽ ബയോമോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യാനും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു ലയോ പ്രൊട്ടക്റ്റൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ലയോ പ്രൊട്ടക്റ്റിൻ്റെ എക്സാമ്പിളാണ് സൂക്രോസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ബാക്ടീരിയനെ ഒരു മീഡിയയിൽ വളർത്തണം. ആ മീഡിയയിൽ എന്തൊക്കെ ഉണ്ടാവും? മാനിറ്റോൾ, സ്കിം മിൽക്ക് അല്ലെങ്കിൽ BSA മീഡിയ ആയിരിക്കും. ആ മീഡിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ആ ബാക്ടീരിയൽ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിൻ്റെ വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ മീഡിയ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ സെക്കൻഡ് കോമ്പോണൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് കോമ്പോണൻ്റ് ആണ് ലയോ പ്രൊട്ടക്റ്റൻ്റ്. അപ്പോൾ പേര് തന്നെ ഉണ്ട്, അപ്പോൾ പ്രൊട്ടക്റ്റൻ്റ് ആണ്. അപ്പോൾ ലയോഫിലൈസേഷൻ്റെ സമയത്ത് ഈ ബാക്ടീരിയൽ സെൽസിൻ്റെ ഉള്ളിലുള്ള ബയോമോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽസിൻ്റെ സ്ട്രക്ചറും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ആരെ ഫംഗ്ഷൻ? ലയോ പ്രൊട്ടക്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സൂക്രോസ്. അപ്പോൾ ലയോഫിലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയനെ എന്തിൽ വളർത്തുക? വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ മീഡിയയിൽ വളർത്തുക. അതിനുശേഷം അതിനെ ആ മീഡിയയിലേക്ക് കുറച്ച് ലയോ പ്രൊട്ടക്റ്റൻ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലയോ പ്രൊട്ടക്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ലോ ടെമ്പറേച്ചറിലാണ് നമ്മൾ ബാക്ടീരിയനെ ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ ബാക്ടീരിയൽ സെൽസൊക്കെ ഡിസ്ട്രപ്റ്റ് ആയിപ്പോവും, അല്ലെങ്കിൽ ബാക്ടീരിയലിൻ്റെ സെൽസിൻ്റെ ഉള്ളിലുള്ള ബയോമോളിക്യൂൾസിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ലയോ പ്രൊട്ടക്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് അത് ആ സെൽസിനെയും ബയോമോളിക്യൂൾസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലയോ പ്രൊട്ടക്റ്റൻ്റ് ആണ് സൂക്രോസ് പോലത്തുള്ള ഷുഗർ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇപ്പോൾ ഓൺലി മിനിമൽ സ്റ്റോറേജ് സ്പേസ് ഈസ് റിക്വയർഡ്. ഇപ്പം നമ്മൾ ലയോഫിലൈസ്ഡ് കൾച്ചർ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അത് നമുക്ക് പോസ്റ്റ് വഴിയാണ് വരിക. അപ്പോൾ അത് ചെറിയ വയൽസിലേക്കും വരിക. അപ്പോൾ ചെറിയ വയൽസിലാണ് അവർ നമുക്ക് ഈ കൾച്ചർ അയക്കുക. അപ്പോൾ ഒരു പൊടീൻ്റെ വെള്ളപ്പൊടീൻ്റെ ഫോമിലാണ് ഈ കൾച്ചർ ഉണ്ടാകുക. അപ്പോൾ മൈക്രോബിയൽ കൾച്ചേഴ്സ് എങ്ങനെയാണ് നമുക്ക് അവർ അയക്കുക? പൊടീൻ്റെ ഫോമിലാണ് ഉണ്ടാകുക. അപ്പോൾ കുറച്ച് സ്പേസ് മതി ലയോഫിലൈസ്ഡ് കൾച്ചറിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വയൽസിലാണ് വരിക. അപ്പോൾ നമ്മൾ വയൽസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇഞ്ചക്ഷനൊക്കെ അടിക്കാൻ പോകില്ല. അപ്പോൾ ചില മരുന്നുകളൊക്കെ വയൽസിലാണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ നേഴ്സ് കണ്ടിട്ടില്ല, നേഴ്സ് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുന്ന അതിൻ്റെ ടോപ്പ് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ട് ആ വയൽസ് പൊട്ടിച്ചിട്ടാണ് അവർ ഇഞ്ചക്ഷൻ്റെ മരുന്നിട്ടിട്ട് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക. അപ്പോൾ അതേപോലത്തെ വയൽസിലാണ് എന്ത് വരിക? ഈ ലയോഫിലൈസ്ഡ് ബാക്ടീരിയൽ കൾച്ചർ വരിക. അപ്പോൾ ചെറിയ വയൽസ് ആയിരിക്കും. അതുകൊണ്ട് ചെറിയ സ്പേസ് മതി അത് സ്റ്റോർ ചെയ്യാൻ. മാത്രമല്ല ചെറിയ വയൽസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? they can be conveniently sent through mail to other microbiology laboratory. ഇപ്പോൾ ഒരു മൈക്രോബയോളജി ലബോറട്ടറിയിൽ നിന്ന് വേറെ ലബോറട്ടറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൾച്ചേഴ്സ് പോസ്റ്റ് വഴി അയക്കാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് ചെറുതായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വയൽസിലായതുകൊണ്ട് തന്നെ സീൽഡ് വയൽസിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ സേഫാണ്. മാത്രമല്ല അത് ചെറുതായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ഈസി ആയിട്ട് പോസ്റ്റ് വഴി അയക്കാനും പറ്റും. പിന്നെ ലയോഫിലൈസ്ഡ് കൾച്ചർ ക്യാൻ ബി റിവൈവ്ഡ് ബൈ opening the vials, adding liquid medium and transferring the rehydrated culture to a suitable growth medium. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലയോഫിലൈസ്ഡ് കൾച്ചറിനെ റിവൈവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പിന്നെ എങ്ങനെയാണ് ജീവിപ്പിച്ച് കൊണ്ടുവരിക? അപ്പോൾ ആദ്യം നമ്മൾ വയൽ പൊട്ടിക്കുക. അപ്പോൾ വയൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ വയലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഈ കൾച്ചർ ഉണ്ടാവും. ഒരു പൊടീൻ്റെ ഫോമിലാണ് ഉണ്ടാകുക. അപ്പോൾ വെള്ളപ്പൊടി പോലെയാണ് ഈ പൗഡർ പോലെയാണ് എന്തുണ്ടാകുക? ഈ കൾച്ചർ ഉണ്ടാകുക. ഇപ്പോൾ ഈ പൗഡർ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലിക്വിഡ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആ ലിക്വിഡ് മീഡിയത്തിൽ വെള്ളം ഉണ്ടാവില്ലേ? അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? മൈക്രോബിയൽ കൾച്ചേഴ്സിനെ റിവൈവ് ചെയ്യും. അതിനുശേഷം അതിനെ ആ ലിക്വിഡ് മീഡിയത്തിൽ നിന്ന് എന്തിലേക്ക് മാറ്റുക? ഒരു ഗ്രോത്ത് മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രോത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ലയോഫിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ലയോഫിലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി ലയോഫിലൈസ്ഡ് കൾച്ചറിനെ എങ്ങനെ റിവൈവ് ചെയ്യാം? ലയോഫിലൈസ്ഡ് കൾച്ചറിൻ്റെ വയൽ പൊട്ടിക്കുക. അതിൻ്റെ ഉള്ളിൽ പൗഡർ പോലെയാണ് ഈ കൾച്ചർ ഉണ്ടാകുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലിക്വിഡ് മീഡിയത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ലിക്വിഡ് മീഡിയത്തിൽ വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഈ വാട്ടർ ഈ ബാക്ടീരിയനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ കുറേ കാലം ഇങ്ങനെ ഉണങ്ങി കിടന്ന ബാക്ടീരിയൽ കൾച്ചേഴ്സ് അല്ലേ. അപ്പോൾ ഈ വാട്ടർ കിട്ടുമ്പോൾ അവരെന്തായിക്കോളും? ആക്റ്റീവ് ആയിക്കോളും. അപ്പോൾ ഈ ലിക്വിഡ് മീഡിയത്തിലുള്ള വാട്ടർ കിട്ടുമ്പോൾ ഈ ഉണങ്ങിക്കിടന്ന ബാക്ടീരിയൽ സെൽസൊക്കെ ആക്റ്റീവായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? പിന്നെയും ഗ്രോ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിനെ എന്തിലേക്ക് മാറ്റുക? ഒരു ഗ്രോത്ത് മീഡിയത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇതാണ് ഒരു ലയോഫിലൈസറിൻ്റെ ചിത്രം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലയോഫിലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം.
അടുത്ത മെത്തേഡ്, സെവൻത്ത് മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ദി മൈക്രോ ഓർഗാനിസംസ് ഓഫ് കൾച്ചർ ആർ ഫ്രോസൺ റാപ്പിഡ്ലി in liquid nitrogen at minus 196 degrees Celsius in ampules in the presence of stabilizing agents such as glycerol or DMSO 10 to 30% that prevent the cell damage due to formation of ice crystals and cold shock and promote cell survival. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രയോ പ്രിസർവേഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്രയോ പ്രിസർവേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈക്രോബിയൽ കൾച്ചേഴ്സിനെ നമ്മൾ പെട്ടെന്ന് ഫ്രീസ് ചെയ്യുക. അതായത് -196 ഡിഗ്രി സെൽഷ്യസിലാണ് മൈക്രോബിയൽ കൾച്ചേഴ്സിനെ ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കുറഞ്ഞ ടെമ്പറേച്ചറാണ്. അപ്പോൾ ലയോഫിലൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്തത് -70 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അപ്പോൾ അതിനെക്കാട്ടും കുറഞ്ഞ ടെമ്പറേച്ചർ, എത്രയോ കുറഞ്ഞ ടെമ്പറേച്ചറാണ് നമ്മൾ ക്രയോ പ്രിസർവേഷനിൽ യൂസ് ചെയ്യുന്നത്. അതായത് -196 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിക്വിഡ് നൈട്രജൻ. അപ്പോൾ ഈ മൈക്രോബിയൽ കൾച്ചേഴ്സിലേക്ക് നമ്മൾ ലിക്വിഡ് നൈട്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൾച്ചറിൻ്റെ ടെമ്പറേച്ചർ എത്ര എത്തും? -196 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. അപ്പോൾ ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് കോൾഡ് ഷോക്ക് ഉണ്ടാവും. പിന്നെ ഈ ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചർ കൊണ്ട് സെൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചർ, അതായത് -196 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ സെല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ എന്തായിട്ട് മാറും? ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം കൂർത്ത മൊനമ്പുള്ള ഐസ് ക്രിസ്റ്റൽസ് എന്തിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും? ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. അപ്പോൾ ആ മൊനമ്പുള്ള സാധനം സെല്ലിൻ്റെ ഉള്ളിൽ ഫോം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ആ മൊനമ്പുള്ള സാധനം ആ സെല്ലിന് തന്നെ കുത്തിപ്പൊട്ടിക്കും. മനസ്സിലായില്ല? പിന്നെ ഈ ചെറിയ ടെമ്പറേച്ചർ കാരണം സെൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു ബലൂൺ ഉണ്ട്. അപ്പോൾ ആ ബലൂണിൻ്റെ ഉള്ളിൽ ഒരു സൂചി ഫോം ചെയ്യുന്നു. അപ്പോൾ ആ സൂചി തന്നെ ആ ബലൂണിനെ കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് സെൽസിനെ എടുത്തിട്ട് നമ്മൾ -196 ഡിഗ്രി സെൽഷ്യസിൽ പെട്ടെന്ന് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൽസിൻ്റെ ഉള്ളിലുള്ള വാട്ടറൊക്കെ ഐസ് ക്രിസ്റ്റൽസ്, അതായത് നല്ല മൊനമ്പുള്ള ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്തിട്ട് ആ സെല്ലിനെ തന്നെ കുത്തിപ്പൊട്ടിക്കും. പിന്നെ അല്ലാതെ കോൾഡ് ഷോക്കും പിന്നെ ഡാമേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും? സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഈ കൾച്ചറിലേക്ക് ആഡ് ചെയ്യും. ഇപ്പം ലിക്വിഡ് നൈട്രജൻ മാത്രമല്ല ഒഴിക്കുക കൾച്ചറിലേക്ക്, നമ്മളൊരു സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റെബിലൈസിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ് ഗ്ലിസറോൾ അല്ലെങ്കിൽ DMSO, ഡൈമീഥൈൽ സൾഫോക്സൈഡ് 10 to 30% ഒക്കെ. ഇപ്പോൾ ഇവരെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദേ പ്രിവെൻറ്റ് സെൽ ഡാമേജ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഐസ് ക്രിസ്റ്റൽസ് ആൻഡ് കോൾഡ് ഷോക്ക് ആൻഡ് പ്രൊമോട്ട് സെൽ സർവൈവൽ. അപ്പോൾ സെൽ ഡാമേജ്, അതായത് ലോ ടെമ്പറേച്ചർ കൊടുക്കുന്നത് കൊണ്ടുള്ള സെൽ ഡാമേജിൽ നിന്ന് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സ്റ്റെബിലൈസിങ് ഏജൻ്റാണ്, ലൈക്ക് ഗ്ലിസറോൾ, DMSO. ഇപ്പോൾ ലോവറിങ് ദി ഇപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇത്രയും ടെമ്പറേച്ചർ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി എന്താണ്? കുറഞ്ഞു വരും. അപ്പം കുറയും, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇപ്പോൾ ഇൻറ്റേർണൽ വാട്ടർ ഫ്രീസ് ചെയ്യും. അപ്പോൾ അത് വാട്ടറൊന്നും മൈക്രോ ഓർഗാനിസത്തിന് കിട്ടാണ്ടാവും. അന്നേരം ബയോളജിക്കൽ ആക്ടിവിറ്റി ഒക്കെ നിൽക്കും. മനസ്സിലായി? അപ്പോൾ ഈ ക്രയോ പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മെറ്റബോളിക് റേറ്റ്, അതായത് മെറ്റബോളിസം ഒക്കെ എന്ത് ചെയ്യിപ്പോൾ സ്റ്റോപ്പായിപ്പോൾ. മാത്രമല്ല ഈ ഉള്ള വെള്ളമൊക്കെ എന്താണ് ഫ്രീസ് ഫോമിലാണ് ഉണ്ടാകുക. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് വെള്ളം കിട്ടൂല, മെറ്റബോളിസം നടത്താനുള്ള വെള്ളമൊന്നും കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് എന്തായിപ്പോൾ? പ്രിവെൻ്റ് ആയിപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രീസർ ഈ ക്രയോ പ്രിസർവ് ചെയ്ത കൾച്ചറിനെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? -80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 years ആണ് ഇതിൻ്റെ വാലിഡിറ്റി. അപ്പം ഈ ക്രയോ പ്രിസർവ് ചെയ്ത കൾച്ചറിനെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് -80 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതിൻ്റെ വാലിഡിറ്റി 15 years ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇത് സീൽഡ് ആംബ്യൂൾസിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ വെൻ സ്റ്റോർഡ് ഇൻ സീൽഡ് ആംബ്യൂൾസ് ദി ബാക്ടീരിയ ആർ ഫ്രീ ഓഫ് കണ്ടാമിനേഷൻ. പിന്നെ സെൽഫ് ലൈഫ് ഈസ് കൺസിഡേർഡ് ടു ബി ലിമിറ്റ്ലെസ് ആസ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ് ബിലോ -130 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇതിൻ്റെ കാലാവധി എന്ന് വെച്ചാൽ ജനറലി 15 കൊല്ലം എന്നൊക്കെ പറയും. പക്ഷെ അത് നമുക്ക് കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ വർഷങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ സീൽഡ് ആംബ്യൂൾസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും എയർ ഒന്നും കടക്കൂല. പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുറേ കാലം, അതായത് വർഷങ്ങളോളം നമുക്കിതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ക്രയോ പ്രിസർവേഷന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ക്രയോ പ്രിസർവേഷൻ ആർ: ഫസ്റ്റ്, ദി അപ്പാരറ്റസ് ഈസ് കോസ്റ്റ്ലി. ഇപ്പം ക്രയോ പ്രിസർവേഷൻ നടത്തേണ്ട അപ്പാരറ്റസ് ഉണ്ടാവും. ആ അപ്പാരറ്റസ് ഭയങ്കര വില കൂടിയതാണ്. പിന്നെ സപ്ലൈ ഓഫ് ലിക്വിഡ് ഈസ് എക്സ്പെൻസീവ്. നമ്മൾ ലിക്വിഡ് നൈട്രജൻ അല്ലേ യൂസ് ചെയ്യുന്നത്. ആ ലിക്വിഡ് നൈട്രജൻ എന്ന് വെച്ചാൽ അത്ര വില കുറഞ്ഞ സാധനമൊന്നുമല്ല, അതിന് നല്ല വിലയുണ്ട്. അപ്പോൾ ലിക്വിഡ് നൈട്രജൻ ഈസ് എക്സ്പെൻസീവ്. പിന്നെ സ്റ്റോറേജ് വെസൽസ് മേ ബി കെപ്റ്റ് ഇൻ എ വെൻറ്റിലേറ്റഡ് റൂം. അപ്പം സ്റ്റോറേജ് വെസൽ, അതായത് നമ്മൾ ഈ ക്രയോ പ്രിസർവേഷൻ നടത്തുന്ന വെസലില്ലേ, അല്ലെങ്കിൽ ആ അപ്പാരറ്റസ് ഇല്ല, അത് എപ്പോഴും ഒരു വെൻറ്റിലേറ്റഡ് റൂമിൽ വേണം വെക്കാൻ. അപ്പം നല്ല വായു സഞ്ചാരമുള്ള റൂമിൽ വേണം ഈ അപ്പാരറ്റസ് വെക്കാൻ. പിന്നെ അതുമാത്രമല്ല, ഈ ലിക്വിഡ് നൈട്രജൻ ഹൈലി കൊറോസീവാണ്, അതായത് ഇത് മെറ്റൽസിനൊക്കെ കൊറോഡ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ്. ദി വെസൽസ് ക്യാൻ കൊറോഡ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് നൈട്രജൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അത് ക്രയോ പ്രിസർവേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെസൽസിനെ കൊറോഡ് ചെയ്യും, അല്ലെങ്കിൽ തുരുമ്പ് പിടിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമെന്ന് വെച്ചാൽ അപ്പാരറ്റസ് കോസ്റ്റ്ലിയാണ്, ലിക്വിഡ് നൈട്രജൻ കോസ്റ്റ്ലിയാണ്, മാത്രമല്ല സ്റ്റോറേജ് വെസൽസിനെ വെൻറ്റിലേറ്റഡ് റൂമിൽ വെക്കണം. പിന്നെ ഈ വെസൽസ് ലിക്വിഡ് നൈട്രജൻ്റെ കൊറോസീവ് ആക്ടിവിറ്റി കാരണം കൊറോഡായി പോകും. ഇനി നമുക്ക് നോക്കാനുള്ള ലിസ്റ്റ് ഓഫ് ഒത്തൻറ്റിക് കൾച്ചർ കളക്ഷൻ സെൻറ്റേഴ്സാണ്. അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു കൾച്ചർ വേണം. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത കൾച്ചറാണ്. ഇപ്പം കുറേ ലക്ഷക്കണക്കിന് ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പം നമുക്ക് അതിലേതെങ്കിലും ഒരു ബാക്ടീരിയനായിരിക്കും വേണ്ടി വരിക. അപ്പം അത് നമുക്ക് ലാബിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഒരു കൾച്ചർ കളക്ഷൻ സെൻറ്റർ ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അതാണ് കൾച്ചർ കളക്ഷൻ സെൻറ്ററിൻ്റെ പണി. അപ്പം ഇതൊരു കൾച്ചർ കളക്ഷൻ സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രിസർവ് ചെയ്ത കൾച്ചേഴ്സ് അവരുടെ അടുത്തുണ്ടാവും. അത് നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ പോയി വാങ്ങുകയൊക്കെ ചെയ്യാം. അപ്പം വേൾഡിലുള്ള കൾച്ചർ കളക്ഷൻ സെൻറ്റേഴ്സാണ് ATCC, അല്ലെങ്കിൽ അമേരിക്കൻ ടൈപ്പ് കൾച്ചർ കളക്ഷൻ. ഇത് അമേരിക്കൻ്റെ കൾച്ചർ കളക്ഷൻ സെൻറ്ററാണ്. പിന്നെ NCIB, അല്ലെങ്കിൽ നാഷണൽ കളക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ബാക്ടീരിയ, അത് സ്കോട്ട്ലാൻഡിൻ്റെ കൾച്ചർ കളക്ഷൻ സെൻറ്ററാണ്. പിന്നെ NCL പൂനെ, നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെ, അത് നമ്മുടെ പൂനെയിലാണ്. അത് അവിടെയും കൾച്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് കൾച്ചറിനെ വാങ്ങാൻ പറ്റും. പിന്നെ MTCC ചണ്ഡീഗർ, അതായത് മൈക്രോബിയൽ ടൈപ്പ് കൾച്ചർ കളക്ഷൻ ചണ്ഡീഗർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൾച്ചറിനെ വാങ്ങാൻ പറ്റും. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ MTCC എന്നാണ് കൾച്ചറിനൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഇതിനെ -80 സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അവിടെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ട് -80 സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൾച്ചർ കളക്ഷൻ സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കൾച്ചറൊക്കെ നമുക്ക് വേണ്ടവരും പോയി വാങ്ങാനും, അതായത് അവരുടെ അടുത്ത് പ്രിസർവ് ചെയ്ത കൾച്ചേഴ്സ് ഉണ്ടാവും. ആ കൾച്ചറിനെ നമുക്ക് വേണ്ടവരും വാങ്ങാനും, അല്ലെങ്കിൽ മെയിലിലൊക്കെ പൈസയൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മെയിലിൽ അയച്ചു തരും. അപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് കൾച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ സമീപിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൾച്ചർ കളക്ഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ NCL പൂനെയുണ്ട്, MTCC ചണ്ഡീഗറും ഉണ്ട്. അപ്പോൾ പ്രിസർവേഷൻ ഓഫ് ബാക്ടീരിയൽ കൾച്ചേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രിസർവേഷൻ ഓഫ് ഫംഗൽ കൾച്ചേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.